ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തമ്പനയിൽ കണ്ട പോലെ തന്നെയാണ് ഒരു ഗ്രാഫിക് ഡിസൈനിങ്, അതായത് പോസ്റ്റർ, ഫ്ലയേഴ്സ്, യൂട്യൂബ്, ബാനർ ആർട്ട്, അതുപോലെ തമ്പനയിൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു മനോഹരമായ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ ഒരുപാട് ഡിസൈൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിസൈൻസ് നമ്മൾ എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടേതായിട്ട് രീതിയിൽ എഡിറ്റ് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നമുക്ക് പരസ്യങ്ങളായിട്ടും നമ്മുടെ ഓരോ ഇവൻറ്റുകൾക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ല അടിപൊളി കിടിലൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കിടിലൻ ഡിസൈൻസാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഡിസൈൻസ് പ്രൊഫഷണൽ ടച്ചുള്ള ഡിസൈൻസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അത് എഡിറ്റ് ചെയ്ത് നമ്മുടെ രീതിയിൽ നമ്മുടെ പേരുകൾ വെച്ചിട്ട് നമ്മുടെ സബ്ജക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കാണാമല്ലോ, വളരെ മനോഹരമായിട്ടുള്ള ഒട്ടനവധി, അതായത് പോസ്റ്ററിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കാറ്റഗറീസ് ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ ഫുഡിൻ്റെ റിലേറ്റഡ് ആണെങ്കിൽ സ്പോർട്സ്, അതായത് ഫുട്ബോൾ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇതിൽ മലയാളം ആഡ് ചെയ്യണ പോർഷൻസ് ഇല്ല. അപ്പോൾ ഗൈസ്, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. അതിൽ ക്രിയേറ്റ് എ ഡിസൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പാനൽ തുറന്നു വരും. അതിൽ പോസ്റ്ററുടെ കാറ്റഗറീസ് കാണിക്കും. ആ കാറ്റഗറീസ് നമുക്ക് ഏത് കാറ്റഗറീസിലാണോ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്തരം കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് അതിൽ പ്രോപ്പറായിട്ടുള്ള നമുക്ക് വളരെ അട്രാക്റ്റീവായ ഒരു പോസ്റ്റർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഏത് സബ്ജക്റ്റാണോ വേണ്ടത് ആ സബ്ജക്റ്റ് ഇതിൽ സെർച്ച് ബാറിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അത്തരത്തിലുള്ള, അതായത് സ്പോർട്സ് സംബന്ധിച്ചുള്ള ഒരു പോസ്റ്ററാണ് ക്രിയേറ്റ് എങ്കിൽ ആ സ്പോർട്സ് സംബന്ധിച്ചുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സംബന്ധിച്ചുള്ള പോസ്റ്ററുകളുടെ ഡിസൈനുകൾ വരും. ആ ഡിസൈനിൽ ഏറ്റവും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള സബ്ജക്റ്റുകൾ ആഡ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള ഡിസൈനിൽ അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം വളരെ ഇപ്പം ഇതിൽ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഫ്രീ എല്ലാതും ചെയ്യുന്നുണ്ട്. അപ്പോൾ HD ആയിട്ട് ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ $2, $3 പൈസ കൊടുക്കേണ്ടി വരും. ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വാട്ടർമാർക്കിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് വാട്ടർമാർക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതായത് അപ്പോൾ നമ്മൾ ഇതുപോലൊരു പോസ്റ്റർ ഡിസൈൻ, ഇപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഡിസൈനുള്ള പോസ്റ്റർ ഒരുപാട് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസൈൻ തോന്നിയാൽ അത് എടുത്തതിന് ശേഷം കസ്റ്റമൈസ് ടെംപ്ലേറ്റ് നല്ല ക്ലിക്ക് ചെയ്യാം. അപ്പം ഇതുപോലൊരു എഡിറ്റിംഗ് പാനൽ നമുക്ക് തുറന്നു തരും. ഇതാണ് എഡിറ്റിംഗ് പാനൽ. അപ്പോൾ ഇതിൽ നമുക്ക് യുവർ ലോഗോ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് റെഡിയാക്കാം. പിന്നെ ഹെൽത്തി ഫുഡ്, അവിടെ വേറെ ഹെൽത്തി ഫുഡ് എന്നുള്ളിടത്ത് വേറെ എന്തെങ്കിലും സീ ഫുഡ് എന്നോ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഹെൽത്തി ഫുഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒരു എഡിറ്റബിൾ ആയിട്ട്, അതായത് ഇത് എങ്ങോട്ടും മൂവബിളാണ്, അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതിൽ വരും. അപ്പം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും. അതിൽ പോയി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിലാണ് ആ ഒരു സെലക്ട് ചെയ്ത പർട്ടിക്കുലർ സംഭവം എഡിറ്റ് ചെയ്യേണ്ട പാനൽ ഇതാണ്. പിന്നെ ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒപ്പാസിറ്റി കുറക്കാം. പിന്നെ ആ ഹെൽത്തി എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വേറെ എന്തെങ്കിലും പേര് കൊടുക്കാനോ അല്ലെങ്കിൽ സീ ഫുഡ് എന്ന് കൊടുക്കുക. ശേഷം ഇപ്പോൾ ഇതിൽ ഒരു പിക്ചർ കാണാൻ പറ്റും, അത് PNG ആണ്. അപ്പോൾ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ പിക്ചറുകൾ ആഡ് ചെയ്യാനോ, ഈ പിക്ചർ ഇപ്പോൾ ഇതിൽ വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ആ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പിക്ചർ വേണ്ട, നമുക്ക് വേറെ പിക്ചർ ഉണ്ട്, അത് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ മൈ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തതിൻ്റെ റീപ്ലേസിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൈ ഫോട്ടോസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അത് നല്ലൊരു ഭംഗിയുണ്ട്.
പിന്നെ ഇതിൽ ഒരു ഷേപ്പും അതിൻ്റെ ഇതിൽ 50% ഡിസ്കൗണ്ട് നല്ല അതൊക്കെ എഡിറ്റബിളാണ്. ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഓരോന്നിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ഇതിൽ ഒരു റിസ്ക്കും ഇല്ല. അപ്പം ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഈ സൈസിലാണ്, ചെറിയ എയ്റ്റിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ഇതിലിപ്പോൾ ഈ സൈഡിൽ ഈ സാധനം നെക്കിയതിന് ശേഷം ടെക്സ്റ്റ് കണ്ടില്ലേ, ടെക്സ്റ്റ് എഡിറ്റ് എന്നുള്ള അവിടെ നമ്മുടെ ഡാറ്റാസ് നമ്മളിവിടെ എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈസിൽ ഈ ഡിസൈനിൽ തന്നെയാണ് അവിടെ അപ്ലൈ ആവുക. അപ്പം നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്ന സമയത്ത് ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് ഇതുണ്ടല്ലേ, ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡിസൈൻസാണ് ഇതൊക്കെ നമ്മൾ മൊബൈലിൽ ആപ്പുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ വളരെ റിസ്ക്കാണ്. ഇതൊക്കെ ഒരുപാട് ടൈം വെച്ചിട്ട് ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് കിട്ടുമെന്ന് പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു അടിപൊളിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ അങ്ങനെയുണ്ട് ഒന്നും പറയാനൊന്നുമില്ല. ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതിൽ. ഇപ്പോൾ ഇതുണ്ടല്ലേ, വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ഫോൺ നമ്പർ, പിന്നെ ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ട അവിടെ ഒരു ലോഗോസോ അങ്ങനെ എന്തെങ്കിലും ഐക്കൺസോ എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് എന്നുള്ള മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ്, എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷേപ്പ്, ക്ലിക്കാർട്ട്, സ്റ്റിക്കർ അതുപോലുള്ള കാര്യങ്ങളാണ്. ഫോട്ടോസ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇതിലുണ്ട്. അപ്പം അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഡിസൈൻസിന് കോട്ടം പറ്റാത്ത രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വളരെ മനോഹരമായിരിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. വളരെ നല്ലൊരു വെബ്സൈറ്റായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നമ്മളിപ്പോൾ ഇൻവോൾവ്ഡ് ആണ്. അപ്പം ഇതുപോലെയുള്ള ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾക്ക് നമുക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ട് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പേരുകൾ മാറ്റുക, പിന്നെ ലോഗോസ് എന്തെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പിന്നെ ഇതിന് പിക്ചറൊന്ന് മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റുക. അത്തരത്തിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഫ്രണ്ട്ലി റിലേറ്റഡ് വെബ്സൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആടും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നുമില്ല. വളരെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് സേവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും. ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് കണ്ടില്ലേ, ഇത് ഹൈ ക്വാളിറ്റി ഇമേജിൽ നമുക്ക് ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം, $2 കൊടുക്കണം. അപ്പം നമുക്ക് ഹൈ ക്വാളിറ്റി ഒന്നും വേണ്ട, ഞാൻ ഹൈ ക്വാളിറ്റിയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഫ്രീ എന്നുള്ള ഓപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ രൂപത്തിൽ ഇവിടെ കാണിക്കാം. ചെറിയ രൂപത്തിൽ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഉണ്ടാവും മെയ്ഡ് ബൈ ഈ സൈറ്റിൻ്റെ പേരുണ്ടാവും. അപ്പോൾ ഇതിലൊന്നും അത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇത് വ്യക്തമാണില്ല. അത് വ്യക്തമാണ് സമയത്ത് വൈറ്റ് ആണെങ്കിൽ വ്യക്തമാവും. അപ്പം എന്ത് ചെയ്യും, ഒരു ഷേപ്പ് എടുത്തിട്ട് അതിൻ്റെ മേലിൽ ആ ഡിസൈനിനൊരു കോട്ടം പറ്റാത്ത രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. അതാണെങ്കിൽ ചെറിയ ലെറ്ററിൽ ചെറിയൊരു വാട്ടർമാർക്ക് പോലെയാണ് കാരണം ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹൈഡ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇത് എഡിറ്റ് ചെയ്യേണ്ട ഒരു റിസ്ക് എന്ന് പറഞ്ഞത്. വളരെ സിമ്പിളാണ്, ആർക്കും എഡിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ പിക്സൽ ലാബ് അതുപോലെ ഉള്ള എഡിറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും വളരെയധികം സിമ്പിളാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ശേഖരിക്കുക. നമ്മുടെ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോസും നിങ്ങൾ ലൈക്ക് അടിച്ച് ഞങ്ങളോടുള്ള സഹകരണം അറിയിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബ് എല്ലാം നമുക്കൊരു മറ്റൊരു പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രേരണയാവും. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.